ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഫ്രാൻസിസ്കോ പടമാടൻ അച്ഛനാണ്. അച്ഛൻ കോട്ടപ്പുറം രൂപതാംഗമാണ്. കോട്ടപ്പുറം രൂപതയുടെ മുൻ ചാൻസലറൊക്കെ ആയിരുന്നു. അച്ഛൻ വിദേശത്തും റോമിലൊക്കെ ഒരുപാട് നാളുണ്ടായിരുന്നതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു പൊതുദർശനം, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ദർശനവും ഒപ്പം ലിറ്റർജിയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ നമ്മളോടുമായി ഷെയർ ചെയ്യുന്നതാണ്. അച്ഛാ, സ്വാഗതം. താങ്ക് യു. ഇപ്പം നമ്മൾ ജോബിയച്ചൻ്റെ റിപ്പോർട്ട് കണ്ടതനുസരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്യാൻ പോകുന്ന മേരി മേജർ ബസിലിക്കയിലെ ആ ഒരു കല്ലറയുടെ ഒരു രൂപരേഖ കാണിച്ചു, ഒപ്പം ആ ഒരു സ്ഥലം കാണിച്ചു. നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ന് രാത്രി 8 മണിക്ക്, വത്തിക്കാൻ സമയം 8 മണിക്ക്, അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു 11 മണി 11:30 സോറി, ഓക്കെ, നമ്മുടെ സമയം 11:30-ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു ശവമഞ്ചം അത് സീല് ചെയ്യും എന്നുള്ളതാണ്. തുടർന്നത് തുറക്കില്ല അല്ലേ അച്ഛാ? ഇല്ല, തുറക്കില്ല. സീൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ആ 3 ഭാഗത്തിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് എത്തി. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം കുർബാനയോട് കൂടിയിട്ടാണ് ബാക്കി ഭാഗങ്ങളൊക്കെ വരുന്നത്. ആ കുർബാനയെക്കുറിച്ചും നമുക്കറിയാം. അതായത് കാർഡിനൽ കോളേജിൻ്റെ പ്രീഫെക്റ്റ് അല്ലെങ്കിൽ ഡീനായ ജൊവാന്നി ബത്തീസ്ത റേ, ഇറ്റാലിയനാണ്, അതുകൊണ്ടാണ് പേരിങ്ങനെ ഇരിക്കുന്നത്. അദ്ദേഹമായിരിക്കും അതിന് മെയിൻ സെലബ്രൻ്റായിട്ട് കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു വ്യത്യാസം വരുന്നത്, സാധാരണഗതിയിൽ ഈ കുർബാന അർപ്പിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് അതിൻ്റെ അന്തിമോപചാരങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പ്രദക്ഷിണമായിട്ട് ക്രിപ്റ്റിലേക്ക് പോകും. അതായത് ബസിലിക്കയുടെ അടിഭാഗത്താണ് ക്രിപ്റ്റ്. അപ്പോൾ അവിടെയാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയെയും ബെനഡിക്റ്റ് പാപ്പയെയും ഒക്കെ അടക്കിയിരിക്കുന്നത്. അപ്പോൾ ക്രിപ്റ്റിലേക്ക് പോയിട്ട് അവിടേക്ക് മിക്കവാറും TV ഒന്നും അനുവദിക്കാറില്ല അങ്ങോട്ട് പോകുമ്പോൾ. അങ്ങോട്ട് പോയിട്ടാണ് ബാക്കി കർമ്മങ്ങളൊക്കെ നടത്താറ് പതിവ്. എന്നാൽ ഇപ്രാവശ്യം പോപ്പിൻ്റെ പ്രത്യേക ആഗ്രഹപ്രകാരം പോപ്പിനെ സാന്ത മരിയ മജോറെ എന്ന ബസിലിക്കയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നമുക്ക് അറിയാനും ആവശ്യമുള്ളൊരു കാര്യം, വത്തിക്കാനിൽ 4 മേജർ ബസിലിക്കകളുണ്ട്. ലോകത്തിലാകെ 4 ഉള്ളൂ, അത് 4 വത്തിക്കാനിലാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ആണെങ്കിലും ഭരണപരമായ കാര്യങ്ങളിൽ സെയിൻറ്റ് ജോൺ ലാറ്ററിൻ ബസിലിക്കയാണ് ഭരണപരമായിട്ട് മുന്നിൽ. കാരണം അത് പാപ്പയുടെ അല്ലെങ്കിൽ റോമിലെ മെത്രാൻ്റെ കസേര ഇരിക്കുന്ന സ്ഥലം എന്നറിയപ്പെടും, അതായത് കത്തീഡ്രൽ. ഇപ്പോൾ റോം രൂപതയുടെ കത്തീഡ്രൽ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് സെൻറ്റ് പീറ്റേഴ്സ് അല്ല. പലർക്കും അത് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും അറിയപ്പെടുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ്. അവിടെയാണ് പാപ്പ താമസിക്കുന്നതും കുർബാനകളും കാര്യങ്ങളൊക്കെ. എന്നാൽ എല്ലാ രൂപതകൾക്കും ഒരു കത്തീഡ്രൽ ഉണ്ടാവുന്നുണ്ട്. കത്തീഡ്രൽ എന്ന് വെച്ചാൽ കത്തീഡ്ര, കസേര, മെത്രാൻ്റെ കസേര ഇരിക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഭരണം നടത്തിയിരുന്നത് പണ്ടൊക്കെ സെയിൻറ്റ് ജോൺ ലാറ്ററിൻ ബസിലിക്കയിലായിരുന്നു. അതിപ്പോഴും അത് കത്തീഡ്രലാണത്. എന്നാൽ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ് ഏറ്റവും വലുതും എല്ലാ കാര്യങ്ങളും നടത്തുന്നതും. പാപ്പമാർ താമസിച്ചിരുന്നതും വത്തിക്കാൻ്റെ ബസിലിക്കയുടെ റൈറ്റ് സൈഡിലുള്ള മുകളിലുള്ള കെട്ടിടത്തിൽ 2ാമത്തെ മുറിയിലാണ് താമസിച്ചിരുന്നത്. അതാണ് വത്തിക്കാൻ കൊട്ടാരം എന്ന് നമ്മളൊക്കെ പറയുന്നത്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ ആ ഒരു സ്ഥലം വേണ്ട എന്ന് വെച്ചു. അദ്ദേഹത്തിൻ്റെ ആ എളിമയുടെ ജീവിതം, ആ ജീവിതം നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും, എളിമയുടെ ജീവിതം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. 2ാമത്തെ ബസിലിക്ക സെൻറ്റ് പീറ്റേഴ്സ്, ആദ്യത്തെ പീറ്റേഴ്സ് കഴിഞ്ഞാൽ സെയിൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക. അത് കഴിഞ്ഞിട്ടാണ് സാന്ത മരിയ മജോറെ ബസിലിക്ക. അത് മാതാവിൻ്റെ പേരിലാണ്. അതിന് ചരിത്രങ്ങൾ അധികമുണ്ട്. പിന്നെ ഉള്ളത് സെയിൻറ്റ് പോൾസ് ബസിലിക്ക. അത് ഫുവോരി ദ മൂറോ എന്ന് പറയും, മതലിന് പുറത്ത് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. അങ്ങനെ 4 ബസിലിക്കകളുണ്ട്. അതിൽ സാധാരണഗതിയിൽ പണ്ടൊക്കെ മാർപ്പാപ്പമാർ മരിക്കുമ്പോൾ എവിടെയാണ് അടക്കേണ്ടത്? പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ കാറ്റക്കോമ്പസിലാണ് അടക്കിയിരുന്നത്.
കാറ്റക്കോംബ് എന്ന് പറഞ്ഞാൽ സെമിത്തേരി എന്നർത്ഥം. അത് റോമിൽ പല കാറ്റക്കോംസ് ഉണ്ട്. ഭൂമി കുഴിച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് പോയാൽ അതിൻ്റെ 2 ഭിത്തികൾ എന്ന് വെച്ചാൽ മണ്ണ് തന്നെയാണ്. ആ റോമിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത അത് ഇടിഞ്ഞു വീഴില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ നോക്കിയാലും റോമിൽ ഭൂമി കുലുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണിൻ്റെ പ്രത്യേകതയാണ്, അത് ഇടിഞ്ഞു വീഴില്ല. അപ്പോൾ അതിൻ്റെ അകത്താണ് മൃതദേഹങ്ങളൊക്കെ വെച്ചിരുന്നത്. ആദിമ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ അവർക്ക് പരസ്യമായിട്ട് ഫ്യൂണറൽ നടത്താൻ പറ്റില്ല, പ്രാർത്ഥന നടത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ അവർ കണ്ടെത്തിയൊരു മാർഗമാണ് കാറ്റക്കോംബ്, ഭൂമിയുടെ അടിയിൽ. അതിൽ സെയിൻറ്റ് കാലിസ്റ്റസ് കാറ്റക്കോംബ് ഏകദേശം നമ്മൾ നോക്കിയാൽ 101 കിലോമീറ്റർ ദൂരമുണ്ട് അതിന്. എന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ല, അത് 4 ലെവലാണ്. ആദ്യം ഒരു ലെവലിൽ പോയിട്ട് തിരിച്ച് 2ാമത്തെ ലെവൽ വരും, 3ാമത്തെ ലെവൽ വരും, അങ്ങനെ 4ാമത്തെ ലെവൽ. ഭൂമിയുടെ അടിയിൽ എത്ര അടിയിൽ പോയാലും വെള്ളമില്ല, ഇടിഞ്ഞു വീഴില്ല. അപ്പം അതുകൊണ്ട് അവിടെ കാറ്റക്കോംസ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അതിനധികം വീതിയൊന്നും ഉണ്ടാവില്ല, നമുക്കിങ്ങനെ കൈപിടിച്ചാൽ അത്ര ഉണ്ടാവില്ല. എന്നാൽ അതിൻ്റെ ഇടക്ക് ഭാഗങ്ങളിൽ ഒരു വിസ്തൃതമായൊരു മുറി പോലെ ഉണ്ടാവും. അവിടെയാണ് അവർ പ്രാർത്ഥനകൾ നടത്തിയിരുന്നത്. അപ്പോൾ ഇത് ചക്രവർത്തിമാരെ ഭയപ്പെട്ടിട്ട് പുറത്ത് ഫ്യൂണറൽ നടത്താൻ പറ്റാഞ്ഞത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഫൗൾ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് എണ്ണത്തിരി കത്തിക്കും, പെർഫ്യൂംഡ് ഓയിൽ വെച്ചിട്ട് അത് കത്തിക്കും. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ഫൗൾ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് പഴയ കാലങ്ങളിൽ പാപ്പമാരെയും അടക്കിയിരുന്നത്. അതിനുശേഷം പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ബസിലിക്കകളിൽ, ഏതെങ്കിലും ബസിലിക്കയിൽ, ആ കൂട്ടത്തിൽ സാന്താ മരിയ മജോറെ ബസിലിക്കയിലും പാപ്പമാരെ അടക്കിയിട്ടുണ്ട്, ഇതിനു മുമ്പുണ്ട്. ഇപ്പം അടുത്ത കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഈ ബസിലിക്ക തിരഞ്ഞെടുക്കാനുള്ള കാരണം അദ്ദേഹത്തിന് മാതാവിനോടുള്ള അതിയായ ഭക്തി. അപ്പോൾ അത് ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ചിലപ്പം ഒരു ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചില ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ ചില നമ്പറിൻ്റെ പ്രത്യേകതയൊക്കെ പറയൂലേ, അതുപോലെയൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട്. കാരണം ഫ്രാൻസിസ് പാപ്പയുടെ വൈദിക പട്ടം 13-ാം തീയതി ആയിരുന്നു, മെത്രാഭിഷേകവും 13-ാം തീയതി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പേപ്പസി, ഈ പാപ്പയായിരുന്ന കാലഘട്ടം 12 വർഷം കഴിഞ്ഞ് 13ാമത്തെ വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 13 ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ 13 നമ്മളൊന്ന് നോക്കിയാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എം ആണ്, 1 2 എണ്ണിക്കഴിഞ്ഞാൽ 13 വരുന്നത് എം എന്ന അക്ഷരമാണ്. എം പറഞ്ഞ മേരി. അപ്പോൾ അത് ഒരു പക്ഷേ പാപ്പ ചിന്തിച്ചിട്ടുണ്ടാവില്ല, വേറെ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാലും ഇതിനിങ്ങനൊരു അർത്ഥം ഉണ്ട് എന്ന് ഞാനങ്ങോട്ട് കരുതുക. അതുപോലെ തന്നെ പാപ്പയുടെ ജീവിതത്തിൽ തന്നെ മാതാവിനെ പോലെ ഒത്തിരി കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പാപ്പ. അതുപോലെ തന്നെ മാതാവിനെ പോലെ എളിമ, ഏറ്റവും എളിമയിൽ ജീവിച്ചാണ്, കാരുണ്യത്തിൽ ജീവിച്ചാണ്. അപ്പോൾ മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ കാരുണ്യം എന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും മാതാവ് കരുണയുടെ പ്രതീകമായിരുന്നു. മാതാവ് ശരിക്കും സ്നേഹത്തിൻ്റെ, കരുണയുടെ, എളിമയുടെ ഒക്കെ പ്രതീകമായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ മാതാവ് യേശുവിനെ കണ്ടെത്തിയപ്പോൾ അന്നേരത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരോട് സംസാരിക്കുന്നതും ഉത്തരം പറയുന്നതും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അധികം ഒന്നും ആന്താളിച്ചു പോയില്ല. അതുപോലെ തന്നെ വേദനകളുണ്ടായപ്പോഴും പൊട്ടിത്തെറിച്ചിട്ടില്ല. അപ്പം മാതാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മാതാവ് ശരിക്കും ഒരു ഇങ്ങനെ പരാതികൾ പറഞ്ഞിട്ടില്ല. മാതാവ് ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതി വരുന്ന സംഗതികളൊക്കെ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിക്കായിരുന്നു. ഈ ഒരു ക്വാളിറ്റി പരിശുദ്ധ പിതാവിനും ഉണ്ടായിരുന്നു, ഈ ഒരു ഹൃദയത്തിൽ സംഗ്രഹിക്കുക പല കാര്യങ്ങളും. ഇപ്പോൾ തന്നെ ചിലരൊക്കെ പാപ്പ പറഞ്ഞ ചില സംഗതികൾ എടുത്തിട്ട് പറയും പാപ്പയ്ക്ക് നേരത്തെ അറിവ് കിട്ടിയിട്ടുണ്ട് എന്ന് ചിലർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വാസ്തവമായിരിക്കാം. പക്ഷെ ഇവിടെ ഞങ്ങളൊന്നും പറഞ്ഞു, കാരണം ഈ
തലേ ദിവസം ഇപ്പോൾ നമ്മുടെ ജോബിച്ചൻ തന്നെ പറഞ്ഞത്, ആ ഒരു ഈസ്റ്റർ ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശീർവാദത്തിനാണ് അദ്ദേഹം വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾഡ് പ്രോഗ്രാം അവിടെ കൂടിയിരുന്ന കുറച്ച് വൈദികരെ കാണുക എന്നായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു നമ്മുടെ ജോബിയച്ചനും അതിനുവേണ്ടി കാത്തു നിൽക്കായിരുന്നു. അപ്പോൾ അവരെ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഇന്നൊരു പ്ലേസിൽ നിർത്തി, മാർപ്പാപ്പ ഇപ്പോൾ വരും എന്ന് പറഞ്ഞു നിർത്തി. ഇവരവിടെ കാത്തു നിൽക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പയെ. അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്താണ് അടുത്തൊരു അറിയിപ്പ് വരുന്നത്, നിങ്ങളെ കാണുന്നില്ല, മാർപ്പാപ്പ പ്രോഗ്രാം പെട്ടെന്ന് മാറ്റി ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നു എന്നുകൊണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര, അവർ ചിന്തിച്ചില്ല എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്നേ എന്നുള്ളത്. അങ്ങനെയാണ് അന്ന് നമ്മൾ കണ്ടത് ആ ഒരു പൊരി. അപ്പോൾ ഈ അച്ഛൻ പറയാ, ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു പുറത്ത്. ഈ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഒരു വയ്യാത്ത ആൾ ഒരിക്കലും ഈ ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ പോലും ചിന്തിക്കില്ല. അങ്ങനെ ഞാനപ്പോൾ ചിന്തിക്കുന്നു, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോ ഡോക്ടർമാരും സമ്മതിക്കുക പോലും ചെയ്യില്ലായിരിക്കും. കാരണം ഇത്രയും വെയിലത്ത് എന്തുകൊണ്ട് പോകണമെന്ന്. ഒരുപക്ഷെ അദ്ദേഹം വാശി പിടിച്ചിട്ടുണ്ടാവണം. കാരണം ആ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് ഞാൻ ഒരു പക്ഷേ തീരാറായി, അവസാനമായി, എൻ്റെ കാലഘട്ടം കടന്നു പോകുന്ന സമയമായി എന്ന് ചിന്തിച്ച് അവസാനം ആ ജനങ്ങളൊന്ന് കണ്ടിട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് തിരികെ പോകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. അത് ഞാൻ പറയുകയും ചെയ്തു ഞങ്ങൾ. ഓക്കെ. അതുകൊണ്ടാണ് അപ്പം മാതാവിനോടുള്ള ആ വലിയ സ്നേഹവും മാതാവിൻ്റെ ചില ക്വാളിറ്റീസ് അത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടാണ് പാപ്പ ജീവിച്ചത്. അതുപോലെ തന്നെ എവിടെ പോയാലും പാപ്പ തിരിച്ചെത്തുമ്പോൾ സാന്താ മരിയ മജോറയിൽ പോയിട്ട് പ്രാർത്ഥിക്കും. ആ സംഭവം ഭംഗിയായിട്ട് നടന്നതിനുള്ള ഒരു താങ്ക്സ് ഗീവിങ് ആണ്. അത് പാപ്പ എല്ലാ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മാതാവിനോടുള്ള അതിയായ സ്നേഹത്തിൻ്റെയും ഒക്കെ അടയാളമായിട്ടാണ് അവിടെ തന്നെ അന്തി ഉറങ്ങണം എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കാനുള്ളത് പാപ്പയുടെ ആ എളിമയുടെ സ്വഭാവം. അത്രയും കാലം പാപ്പമാരെന്ന് പറഞ്ഞാൽ പ്രിൻസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്, രാജകുമാരനാണ്. അപ്പോൾ രാജകുമാരന് കൊടുക്കുന്ന എല്ലാ പദവിയും ബഹുമാനവും എല്ലാം കൊടുത്തിട്ടാണ് എല്ലാ സമയത്തും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ആദിമ കാലഘട്ടങ്ങളിൽ പാപ്പമാർ എടുത്തുകൊണ്ട് പോവുള്ളൂ പല്ലക്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കസേരയിലാക്കി എടുത്തുകൊണ്ട് പോകും, നേരത്തെ ഇറങ്ങില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോൾ ആറാമൻ പാപ്പ വരെ കിരീടം വെച്ചിരുന്നു, വലിയ കിരീടം വെച്ചിരുന്നു. അത് പിന്നീട് അത് മാറ്റി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാജകുമാരൻ്റെ കാര്യമാണ് അന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് പാപ്പയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പാപ്പയ്ക്ക് അത്രയ്ക്ക് യോജിച്ചതല്ല എന്നുള്ളിൽ തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് പാപ്പ എളിമയിലേക്ക് വരാൻ വേണ്ടി അന്ന് കോൺക്ലേവ് കൂടിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അതേ മുറി തന്നെയാണ് അദ്ദേഹം തുടരണതേ. ആ കോൺക്ലേവ് കൂടിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മുറി അത് അദ്ദേഹത്തിൻ്റെ മുറിയായിട്ടാണ് കണക്കാക്കി അതിൽ തന്നെ താമസിക്കുന്നു. അതും ഒരു എളിമയുടെ ഒരു കാര്യമാണ്. പിന്നെ അവിടെ നിന്ന് ഈ കോൺക്ലേവ് കൂടി എലക്ട് ചെയ്യപ്പെട്ടിട്ട് നമുക്കറിയാമല്ലോ ആദ്യമേ ചെയ്തെന്താണ്, നേരെ ചെന്നിട്ട് തല കുനിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് വാസ്തവം പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. എന്നിട്ടാണ് അവർക്ക് ബ്ലെസ്സിങ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നോക്കിയാലും പിറ്റേ ദിവസം മറ്റ് കർദിനാളുമാരുടെ കൂടെ ബസ്സിൽ കയറി അദ്ദേഹം ബെനഡിക്റ്റ് 16 പാപ്പയെ കാണാൻ പോയി. അപ്പോൾ അതൊക്കെ എളിമയുടെ കാര്യമാണ്. അപ്പോൾ ഈ എളിമയുടെ അദ്ദേഹത്തിൻ്റെ ജീവിതം പലപ്പോഴും പ്രതിഫലിച്ചിട്ടുണ്ട്. അതാണ് ഈ അടുത്ത കാലത്ത് പാപ്പമാരുടെ മൃതസംസ്കാര കർമ്മത്തിൻ്റെ ഒരു നവീകരണം നടത്താനായിട്ട് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചതും അത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഡോക്യുമെൻ്റ് ഇറക്കിയത് എങ്ങനെയാണത്, പാപ്പമാരുടെ മൃതസംസ്കാര ക്രമം, അതായത് ഓർദോ എക്സെക്വോരും റൊമാനി പൊന്തേഫിച്ചി എന്ന് പറഞ്ഞുകൊണ്ടൊരു ചെറിയൊരു പുസ്തകം, ഒരു ചുവന്ന പുസ്തകമായിട്ടാണ് അത് ഇറക്കിയത്. അതിനകത്ത് ഇതുപോലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം എഴുതാൻ കാരണം അത് പിന്നെ നിർദ്ദേശങ്ങളോടുകൂടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ഓഫ് സെറിമണി അദ്ദേഹത്തിനോട് ആലോചിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. അവിടെ ഒരു രാജകുമാരൻ പോകുന്ന ആ പ്രൗഢി ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് 3 കോഫിൻസ് എന്നുള്ളത് ഒന്നാക്കി കുറച്ചു. ആ 3 കോഫിൻ വെക്കാനൊരു കാരണമുണ്ട്. അത് 3 സൈപ്രസ്, ഈയം, അങ്ങനെയുള്ള 3 മരങ്ങളാണ്. ഈ 3 മരങ്ങൾ സൈപ്രസും ഈയവും ഓക്ക് മരമാണ്. അതിൽ സൈപ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമിലിറ്റിയുടെ അടയാളമായിട്ടും ഈയത്തിൻ്റേത്
പ്രിസർവ് ചെയ്യാനായിട്ട് കുറച്ച് ചില ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. അതൊക്കെ പ്രിസർവ് ചെയ്യാനുള്ളൊരു സിംബോളിക്കായിട്ടും. പിന്നെ മൂന്നാമത്തേത് ഡിഗ്നിറ്റി. അതായത് ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ ഓക്കുമരം. ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ ഡിഗ്നിറ്റി അല്ല, അത് വിശുദ്ധിയുടെ ഡിഗ്നിറ്റിയും കൂടി കാണിച്ചിട്ടാണ് ഈ 3 ഉണ്ടായിരുന്നത്. അപ്പോൾ പാപ്പ അത് മാറ്റിയിട്ട് അത് ഒന്നാക്കി, ഒരെണ്ണം. എന്നിരുന്നാലും അതിൻ്റെ അകത്ത് ഈയത്തിൻ്റെ പൂശിയ സംഗതി ഉണ്ടാകും, വേറെ പെട്ടിയായിട്ടല്ല. അപ്പം ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ വെക്കുകയും ചെയ്യും. ഇതിൽ ഇടപെട്ടോട്ടെ, അതിന് മുമ്പ് ഈ 3 പെട്ടികളിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്നല്ലോ, അതെങ്ങനെയാണ്? ഒരു പെട്ടിയുടെ അങ്ങനെയാണോ? ഒരു അകത്ത് തന്നെയാണ്, അകത്ത് തന്നെ. അതിനേക്കാളും വലിയൊരു ഇറക്കി വെച്ചിട്ട് ഒരെണ്ണാക്കി ഒറ്റ പെട്ടിയായിരിക്കും കാഴ്ചയിൽ. അപ്പോൾ പുറത്ത് കാണുന്നത് ഓക്കിൻ്റെ പെട്ടിയായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലായിരിക്കും ഇങ്ങനെ വരുന്നത് 3 പെട്ടികളായിട്ട്. അത് ഓരോ നിമിഷം അതോ ആദ്യമേ തന്നെ അങ്ങനെ വെച്ചിട്ടാണ് അടക്കുന്നത്. ഓരോ ഘട്ടത്തിൽ ഓരോ അല്ല എല്ലാം കൂടി വെച്ചിട്ടാണ്. ഇപ്പം അത് വേണ്ടാന്ന് വെച്ചു. ഒരു പെട്ടി, ആ പെട്ടിക്കകത്ത് അന്ന് വെച്ചിരുന്ന സാധനങ്ങൾ വെക്കുള്ളത് ഏത് മരത്തിൻ്റെ? ഇപ്പോൾ ഓക്കിൻ്റെയാണ് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് വെക്കുന്നത് പാപ്പയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ നാണയങ്ങൾ വെക്കും, ഡോക്യുമെൻറ്റ്സ് വെക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് അതിനകത്ത് അടക്കുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഡോക്യുമെൻ്റ് എടുത്ത് ചുരുട്ടിയിട്ട് ഒരു കുഴലിലാക്കി അത് അവിടെ സീൽ ചെയ്ത് അതിൻ്റെ അകത്ത് വെക്കും. അതോടൊപ്പം തന്നെ ഈ പാപ്പയുടെ ചരിത്രമാണത്. ആ ചരിത്രം വത്തിക്കാൻ കൂരിയയിലും കൊണ്ടുപോയി ഒരു കോപ്പി വെക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ട്. അതോടൊപ്പം ഈ പാപ്പമാർ മരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്കൊക്കെ അറിയാം. ആദ്യം തന്നെ അദ്ദേഹത്തെ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കമർലെങ്കോ എന്ന് പറഞ്ഞ അതൊരു സ്ഥാനപ്പേരാണ്, ഇപ്പോൾ ഒരു മെത്രാൻ്റെ പേരല്ല. കമർലെങ്കോ എന്ന് പറഞ്ഞ സ്ഥാനത്തുള്ള കർദിനാൾ വന്നിട്ട് സിംബോളിക്കായിട്ട് വെള്ളിയുടെ ചുറ്റിക കൊണ്ട് പതുക്കൊന്ന് തട്ടും, നെറ്റത്ത് തട്ടും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനസ്നാന പേര് ചെവിയിൽ പറഞ്ഞിട്ട് ഉത്തരമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു. ഇത് വെറുതെ ഒരു ആചാരം എന്ന നിലക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുകൊണ്ടാണ് മരിച്ചു കിടക്കുകയാണെന്ന് പ്രൂവ് ചെയ്യുന്നതല്ല. ഇതിനു മുമ്പ് തന്നെ പ്രൂവ് ചെയ്യും. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പ്രൂവ് ചെയ്ത് ഡോക്യുമെൻ്റ് തരും. അതിനുശേഷമാണ്. പക്ഷേ ഇത് പ്രഖ്യാപിക്കേണ്ട ആൾ കമർലെങ്കോ ആണ്. അപ്പം അതുകൊണ്ടാണ് കമർലെങ്കോന് നല്ലൊരു റോള് ഇവിടെ ഉണ്ട്, ഈ ദിവസങ്ങളിലുണ്ട്. അതായത് ഇനി കോൺക്ലേവ് കൂടുന്നത് വരെ കമർലെങ്കോന് നല്ല റോളുണ്ട്. അദ്ദേഹമാണ് ഇപ്പം മെയിനായിട്ടുള്ള ആൾ. അപ്പം അദ്ദേഹമാണ് ഇത് പ്രഖ്യാപിക്കുന്നതും. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് ഈ കാര്യങ്ങൾ കർദിനാൾമാരുടെ ഡീനോട് പറയുന്നത്. അത് പറഞ്ഞു കഴിയുമ്പോഴാണ് ഡീൻ ഓഫ് ദി കോളേജ് ഓഫ് കാർഡിനൽസ് എല്ലാ കർദിനാൾമാരും അറിയിക്കും. ഇതിനു വേണ്ടിയാണ് കോൺക്ലേവിന് വേണ്ടിയിട്ട്. അപ്പോൾ അതറിയിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഇതൊരു പ്രഖ്യാപനം, മരിച്ച കാര്യം പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ ചെയ്യുന്നതാണ് ദർശനത്തിനുള്ള കാര്യങ്ങൾ. പൊതുദർശനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ സാധാരണ രീതിയിൽ മുറിയിൽ തന്നെയായിരിക്കും ആദ്യ ഭാഗം നടക്കുന്നത്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ചാപ്പൽ, ഈ പറയുന്ന അദ്ദേഹം താമസിക്കുന്ന സാന്താ മാർത്ത ഹോട്ടലാണ് കേട്ടോ. അത് ശരിക്കും ഹോട്ടലാണ്. ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടൽ തന്നെ. അവിടെ ഇങ്ങനെ അച്ഛന്മാരും മെത്രാന്മാരൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ കോൺക്ലേവിന് വരുന്ന കർദിനാളന്മാരൊക്കെ ഈ സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ഓരോരോ മുറിയുണ്ട്. അന്ന് കിട്ടിയ മുറി തന്നെയാണ് ഇദ്ദേഹം ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴും അവിടെ ഈ മെത്രാന്മാരൊക്കെ വരുമ്പോൾ അവിടെ തന്നെയാണ് താമസം? അതെ. ഇപ്പം അതുകൊണ്ട് എന്താണെന്നറിയാമോ, പല മെത്രാന്മാർക്കും പാപ്പയുടെ തൊട്ടടുത്തുള്ള മുറിയൊക്കെ കിട്ടും. അങ്ങനെയുണ്ട്. അല്ലാണ്ട് ഇപ്പോഴും ഒരു പ്രത്യേക സെക്യൂരിറ്റി ഒന്നും അവിടെ കൊടുത്തില്ലായിരുന്നു? അവരൊന്നുമില്ല. അതൊന്നും ഉണ്ട്. വത്തിക്കാൻ്റെ ഗാർഡ്സ് ഉണ്ട്. എങ്കിലും ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രസ്ഥാനം നിൽക്കുന്ന ചിലപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ആരും വിടാണ്ടില്ല. ഇതങ്ങനെയല്ല. ഇപ്പൊ അതുകൊണ്ട് നമുക്ക് വരാപ്പുഴ അതിരൂപതയുടെ ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് അവിടുത്തെ ഒരു ഡിക്കാസ്ട്രിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പിതാവിൻ്റെ അടുത്തുള്ളൊരു റൂമിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ ഇപ്പോഴും നമ്മുടെ പല മെത്രാന്മാരും പല കർദിനാൾമാരൊക്കെ അതിനടുത്തൊക്കെയാണ്. അത് വേറെ നിലയൊക്കെ ഉണ്ട്, എന്നാലും അവിടെയൊക്കെയാണ് താമസിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ എളിമയുടെ
കാര്യം കൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ സഭയിൽ നടന്നത്. അത് ഡോക്യുമെൻ്റ് ആക്കി കഴിഞ്ഞു. അപ്പം ഇനി അങ്ങനെ ആയിരിക്കുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് പബ്ലിക് ദർശനത്തിന് വേണ്ടി വെക്കാനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മുമ്പാണെങ്കിൽ ഒരാൾ പൊക്കത്തിൽ, ഏകദേശം ഒരാൾ പൊക്കത്തിലാണ് ബോഡി ഇരിക്കുള്ളൂ. അപ്പം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് മുകളിലാണ് ഇരിക്കുന്നത്. ഇപ്പം അത് മാറ്റിയിട്ട് ആ പൊക്കമില്ല. അതായത് രണ്ട് സംഗതികളാണ് ഈ ഒരു കാര്യം. ഇപ്പൊ ഞങ്ങളത് ചെയ്തപ്പോൾ ഇപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തിന് വ്യത്യസ്തമായിട്ട് ജോൺ പോൾ മാർപ്പാപ്പയുടെയും ബെനഡിക്ട് 16 നമുക്കിപ്പോൾ കാണാം വീഡിയോസ് വിഷ്വലൊക്കെ. അതൊരു പീഠത്തിൽ പുറത്ത് ഫുൾ ബോഡി നമുക്ക് കാണാവുന്ന രീതിയിലായിരുന്നു വെച്ചിരുന്നത്. അതായത് പെട്ടി ഇല്ലാവാണ്ടാണ് ആദ്യത്തെ പൊതുദർശനം നടത്തിയിരുന്നത്, ഫുൾ ബോഡി കാണാവുന്ന രീതിയിൽ. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, ഈ പറഞ്ഞ പെട്ടി വെച്ചിട്ട് ഉള്ളിൽ താഴെ വെച്ചേക്കാണ്. താഴെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പാപ്പയെ നമുക്ക് കാണാം ശരിക്കും. ഇദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതൊരു രാജകുമാരനല്ല പോകുന്നത്, ഒരു പാസ്റ്റർ, ഒരു ഇടയൻ എളിമയോടുകൂടി പോകുന്നു. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങളിൽ ഒരാളായിട്ട് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞൊരു വാക്ക് നമ്മൾ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഇടയന് ആടിൻ്റെ മണം ഉണ്ടായിരിക്കണം, എന്ന് വെച്ചാൽ ആടിൻ്റെ കൂടെ ആയിരിക്കണം. അപ്പോൾ അതുകൂടിയൊക്കെ കണ്ടിട്ടാണ് ആളുകളുടെ അടുക്കൽ ഇരിക്കണം. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും, അദ്ദേഹത്തിൻ്റെ ബോഡി കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന്. അദ്ദേഹം ചുവന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈ ചുവന്ന വസ്ത്രമാണ് പാപ്പമാരെ മരിച്ചു കഴിഞ്ഞാൽ ചുവന്ന ലിറ്റർജിക്കൽ ഡ്രസ്, ചോസബിൾ. അതെന്താ ചുവന്ന അങ്ങനെ രക്തസാക്ഷി? അതിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, രക്തസാക്ഷി എന്നുള്ള അർത്ഥമുണ്ട്. 2, റോമിലുള്ള പ്രവാചകർ റോമിലുള്ളവരുടെ ഫ്യൂണറൽസ് നടത്തിയിരുന്നത് പണ്ട് റെഡ് ധരിപ്പിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെ ഈ പാപ്പ എന്ന് വെച്ചാൽ ത്യാഗത്തിൻ്റെ മനുഷ്യനാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ അടയാളവും കൂടിയായിട്ടാണ് ചുവന്നത് ധരിപ്പിക്കുന്നത്. അപ്പോൾ കുർബാനക്കും ചുവന്ന ഡ്രസ്സായിരിക്കും എല്ലാവരും ഇടുന്നത്. അപ്പം അതിന് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഫ്യൂണറൽ നടത്തുമ്പോൾ വയലറ്റ് ഡ്രസ്സാണ് ഇടുന്നത്, വയലറ്റ്. എന്നാൽ അത് വെള്ളയും ഇടാൻ വേണമെങ്കിൽ, കാരണം വയലറ്റ് എന്ന് വെച്ചാൽ പ്രതീക്ഷയുടെ കളറാണ്. ഒരു പ്രതീക്ഷ വരുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരു ഉദ്ധാനമുണ്ട്. അപ്പം അത് ഈ വയലറ്റ് ഡ്രസ്സ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് 3 പ്രാവശ്യമാണ്. ഒന്ന്, ചെറിയ നോമ്പ് അഥവാ ആഗമനകാലം. 2, വലിയ നോമ്പ് അഥവാ ലെൻഡൻ സീസൺ. 3, മരിച്ചവർക്ക്. ഇത് 3 പ്രതീക്ഷയുടെ കാലഘട്ടമാണ്. ഈ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. എന്നാൽ ചില സമയത്ത് വൈറ്റ് ഉപയോഗിക്കും, ആ പ്യൂരിറ്റി കാണിക്കാൻ. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ മദർ തെരേസ മരിച്ച സമയത്ത് വൈറ്റ് ഡ്രസ്സായിരുന്നു, ഗോൾഡൻ കളറാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കത്തീഡ്രലിൽ ബലിയർപ്പിച്ചപ്പോൾ ഗോൾഡൻ കളറിലാണ് വന്നത്. അപ്പോൾ അത് ആ വ്യക്തിയുടെ പരിശുദ്ധിയെ കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയാണ് ആ ബലി. ഇപ്പോൾ നടക്കുന്ന ബലിയിൽ ജൊവാനി ബത്തിസ്ത റേ ആയിരിക്കും മെയിൻ സെലബ്രൻ്റ് ഉണ്ടാകുന്നത്. ചുമന്ന, അതായത് ഈ ഡീൻ ഓഫ് കർദിനാൾസ്, അത് തന്നെ. അദ്ദേഹം ചുവന്ന ഡ്രസ്സിലായിരിക്കും അദ്ദേഹമായിരിക്കും പ്രിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചില കാരണവശാൽ ചിലപ്പോൾ അദ്ദേഹത്തിനും വയസ്സിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും വരാൻ പറ്റാത്ത വരുന്ന സന്ദർഭം വന്നാൽ പകരം വരുന്നത് വൈസ് ഡീനാണ് പിന്നെ വരേണ്ടത്. അത് ഇപ്പോൾ ഉള്ളത് കാർദിനാൾ ലയനാർഡോ സാന്ദ്രി ആണ് ഇപ്പോഴത്തെ വൈസ് കാർഡിനൽ. അതുമല്ലെങ്കിൽ സീനിയോറിറ്റി നോക്കിയിട്ട് ഒരാൾ വെക്കാണ്. ഒരു കാര്യം കൂടി അച്ഛനോട് ചോദിച്ചോട്ടെ. ഇപ്പം നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു ഭൗതിക ശരീരം കാണുമ്പോൾ കയ്യിൽ കുരിശില്ല, പക്ഷെ ജപമാലയുണ്ട്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ട്? ഇപ്പോൾ ബെനഡിക്ട് മാർപ്പാപ്പയുടെ നമ്മൾ നോക്കിയപ്പോൾ അതിൽ കുരിശ്, ജപമാലയോടൊപ്പം ഒരു കുരിശും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാർപ്പാപ്പയ്ക്ക് ജപമാല മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ പാപ്പമാർ മരിക്കുമ്പോൾ ശരിക്കും വേണ്ടത് മൈറ്റർ വേണം. ഈ മൈറ്റർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പൊക്കത്തിലുള്ളൊരു തൊപ്പി ഉണ്ടല്ലോ, ലാറ്റിൻ ബിഷപ്സ് ഉപയോഗിക്കുന്ന തൊപ്പിയാണ് മൈറ്റർ എന്ന് പറയുന്നത്. അത് വേണം. പിന്നെ പാലിയം വേണം. ഇങ്ങനെ ആടിൻ്റെ രോമം കൊണ്ടുണ്ടാക്കിയ അത് ആർച്ച് ബിഷപ്പുമാർ ഉപയോഗിക്കുന്നതാണ്, അതും ഉണ്ടായിരിക്കണം. പിന്നെ വേറൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇദ്ദേഹം പരിശുദ്ധ അമ്മയുടെ ഭക്തനായതുകൊണ്ട് ആണ് റോസറി അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഈ ഫ്യൂണറലിന് ഇത്രയും കാര്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ടാണ്
പിന്നെ ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ഇതിൻ്റെ ക്ലോസിങ് സീലിംഗ് സെറിമണി. അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി നടക്കും. പാപ്പയുടെ മോതിരം അത് അടിച്ച് പരത്തി കളയണം. സീല് അടിച്ച് പൊട്ടിച്ച് കളയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ദുർവിനിയോഗം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല പണ്ട് കാലഘട്ടങ്ങളിൽ പാപ്പയുടെ മോതിരം സീൽ കൂടിയാണ്. അത് മുക്കിയിട്ടാണ് സീൽ വെച്ചിരുന്നത്. ഒഫീഷ്യൽ സംഭവങ്ങൾക്കൊക്കെ ഈ സീലുണ്ടാവും. ഇപ്പം അതില്ല. എന്നിരുന്നാലും ആ ഒരു ആചാരം അത് പൊടിച്ച് തന്നെ കളയും. അതുപോലെ സീലും പൊടിച്ച് കളയും. അത് ആദ്യമേ ചെയ്യും. അതിനുശേഷം ഇന്ന് വൈകിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ കോഫിൻ സീൽ ചെയ്യുന്ന പരിപാടി. കോഫിൻ സീൽ ചെയ്യുമ്പോൾ സാറിന് മുഖത്തൊരു വെള്ള തുണിയിടും. അതിനുശേഷം നാണയങ്ങൾ, ഡോക്യുമെൻറ്റ്സ് അതൊക്കെ അതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് സീൽ ചെയ്യും. അതും ഈ പറയുന്ന കമർലിംഗോ ആണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ റെസ്റ്റാണ്. നാളെ കുർബാനയ്ക്ക് അവിടെ ഇരിക്കുന്നു. കുർബാന തുടങ്ങുന്നു. കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട്, കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്രാവശ്യം അത് സാന്താ മരിയ മജോറയിലേക്ക് വിലാപയാത്രയായിട്ട് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്രിപ്റ്റ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ക്രിപ്റ്റിനെ കുറിച്ച് ഞാനിപ്പോൾ അത് നോക്കിയില്ല. ക്രിപ്റ്റിൽ അതിനെ ഒരുക്കിയിട്ടൊക്കെ ഉണ്ട്. ആ ക്രിപ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് സാധാരണ ഇവിടെ വത്തിക്കാനിൽ പണ്ട് ചെയ്തിരുന്ന സംഭവങ്ങൾ, സെൻറ്റ് പീറ്റേഴ്സ് ചെയ്തിരുന്ന സംഭവങ്ങൾ, അവസാനത്തെ സംഭവം അവിടെ ചെയ്യും. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു വ്യത്യസ്തത, ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് മേരി മെജോറ ദേവാലയ ബസിലിക്കയിൽ ഒരു മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അടക്കുന്നത്. അപ്പോൾ മറ്റ് മാർപ്പാപ്പന്മാരുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു വിലാപയാത്ര, അതും 2.5 കിലോമീറ്റർ ദൂരമുണ്ട് വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും മേരി മെജോറയിലേക്ക്. ഏകദേശം 4 കിലോമീറ്ററോളം ഉണ്ട്. 4 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 2.5 മൈലാണ്. 4 കിലോമീറ്ററോളം ഉണ്ട്. അത് കാരണം തിരിഞ്ഞിരിഞ്ഞ് പോകുമ്പോഴേ അവിടെ അടുത്തടുത്താണ്. ഇപ്പോൾ ഈ സാന്താ മരിയ മജോറയും സാൻ ജോവാനി ലത്തറാനോ, സെയിൻറ്റ് ജോൺ ലാട്രൻ ചർച്ചും അടുത്തടുത്താണ്. അവിടെ നിന്ന് നേരിട്ട് റോഡ് അങ്ങോട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ നടത്തുമ്പോൾ പ്രദക്ഷിണം പോകുന്നത് സാന്താ മരിയ മജോറയിൽ നിന്ന് സാൻ ജോവാനി ലത്തറേനിലോട്ടാണ് ആ പ്രദക്ഷിണം പോകുന്നത്. അത് അടുത്തടുത്താണ്. എന്നാൽ വാറ്റിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് കുറേയും കൂടി അകലെയാണ്. അവിടെ നിന്ന് ഈ ത്രസ്തേവരെ പാലമൊക്കെ കയറി അങ്ങോട്ട് പോയിട്ടാണ് അവിടെയാണ് അടക്കുന്നത്. അപ്പോൾ ഈ ഒരു വിലാപയാത്ര അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ കറക്റ്റായിട്ടൊരു പറഞ്ഞിട്ടില്ല. എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്താണ് കാർഡിനൽസ് തീരുമാനിക്കും എങ്ങനെയാണെന്നുള്ളത്. അതനുസരിച്ചായിരിക്കും അത് വരുന്നത്. പിന്നെ പാപ്പയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പം ഞാനൊക്കെ ചിന്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ കാരുണ്യം, ഭയങ്കരമായ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയൊരു സംഭവമായിരുന്നു അദ്ദേഹം. ഞാനിപ്പോൾ അവിടെ ആസ്തി രൂപതയിൽ ഒരു കാർദിനാൾ മസായിയ എന്നൊരു പറഞ്ഞൊരു വലിയ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ചാപ്ലിനായിരുന്നു ഞാൻ കുറച്ച് കാലം. ആ സമയത്ത് പാപ്പയെക്കുറിച്ച് ഇങ്ങനെ ആളുകളുടെയൊക്കെ സംസാരമൊക്കെ കേൾക്കുന്ന കൂട്ടത്തിൽ അവിടെ എല്ലാ ദിവസവും ഓരോ മുറിയിൽ കയറി ഇറങ്ങി അവരൊക്കെ സന്ദർശിച്ചൊക്കെ പോരുന്ന സമയത്ത് ഈവൻ മുസ്ലിംസ് പാപ്പയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ടച്ചിങ് ആണ്. അവർ പറയേ കത്തോലിക്കരൊന്നും ഇഷ്ടമില്ല, കത്തോലിക്ക സഭയെ ഇഷ്ടമില്ല, പക്ഷേ ഫ്രാൻസിസ് പാപ്പയെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള കാത്തലിക്സ് തന്നെ, പല കാത്തലിക്സും അവർ ഇപ്പോൾ നമ്മൾ വിസിറ്റിന് പോകുമ്പോൾ പറയും ഐ എം എ കാത്തലിക് ബട്ട് നോട്ട് പ്രാക്ടീസിങ്, പ്രാക്ടീസ് ചെയ്യാത്ത കാത്തലിക്കാണെന്ന് പറയും. എന്നിരുന്നാലും അവിടെ ഒരു ദിവസം ഒരാളുടെ അടുത്തു നിന്നെങ്കിലും പാപ്പയെക്കുറിച്ച് ഇങ്ങനൊരു സംസാരം കേൾക്കാം. അത് പാപ്പയുടെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാരുണ്യം എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങൾക്ക് അവിടെ ഉള്ളപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഇല്ലീഗൽ ആയിട്ടൊരു പ്രഗ്നൻ്റായി. കുട്ടിയെ മാമോദീസപ്പെടുത്താനായിട്ട് അവരുടെ ഇടവകയിൽ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെന്നു. അച്ഛൻ സമ്മതിച്ചില്ല, ഹാർഷായിട്ട് പെരുമാറി. അങ്ങനെ വന്നപ്പോൾ ഇവർ നേരെ പാപ്പയോട് സംസാരിച്ചു ഫോണിൽ. അപ്പോൾ പാപ്പ പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ ചെയ്തു തരാം. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. കൊണ്ടുപോയി ചെന്നു ബാപ്റ്റിസം നടത്തി. അത് കത്തോലിക്ക സഭയ്ക്ക് തന്നെ അങ്ങനെ ചെയ്യാറില്ല, ഒരു സ്ഥലത്തും ചെയ്യാറില്ല, അതിന് പ്രത്യേക പെർമിഷനൊക്കെ എടുത്തിട്ടൊക്കെ. അപ്പോൾ അത് ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കവും കൂടി ആയിരുന്നു. പിന്നെ സംഗതി കാരുണ്യമൊക്കെ ആണെങ്കിലും ചില സമയത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് പാപ്പ, ചെയ്തിട്ടുണ്ട്. പക്ഷേ നോക്കണം, ഇപ്പോൾ കർത്താവ് എന്നുള്ള പറഞ്ഞിട്ടില്ല, നിൻ്റെ
വലത് കരണത്തടിച്ചാൽ ഇടത് കരണോട് കാണിക്കണം. അത് ആണ് നമുക്കറിയാൻ പാടുള്ളൂ. ബാക്കി കർത്താവ് പറഞ്ഞൊന്നും അറിഞ്ഞൂടാ. കർത്താവ് തന്നെ കർത്താവിനെ ചീത്ത വിളിച്ച് തുപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ട്, എന്തിനാടാ നീ എന്നെ ചീത്ത വിളിച്ചത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചോദിക്കണം എന്നുണ്ട്. എനിക്കൊന്ന് അന്ന് ഹെറോദോസ് രാജാവിനെന്നുണ്ട് കുറുക്കൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ആ കുറുക്കനോട് ചെന്ന് പറഞ്ഞിട്ട് ഒരു രാജാവിൻ്റെ അടുത്ത് ബൈബിളിൽ അത് പറയുന്നുണ്ട് അവർ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഓരോ സമയത്തിനും വേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഓർമ്മ വെക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണോടി. പക്ഷേ അതല്ല, അത് കൂടാണ്ട് തന്നെ പള്ളിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ ചാട്ടെടുത്ത് അടിച്ചോടിച്ചു. അതുപോലൊരു സംഭവം പാപ്പയുടെ ഓഡിയൻസിൽ ഒരു പ്രാവശ്യം ഉണ്ടായി. നമ്മളത് ടി വിയിൽ കണ്ടിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീ പാപ്പനെ കൈമ പിടിച്ച് വിടണില്ല. അപ്പോൾ വിടണില്ല, പാപ്പ കൈ വിടിച്ചിട്ട് ദേഷ്യത്തോടു കൂടി ഇങ്ങോട്ട് പോന്നു. അവിടെ കണ്ടിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അത് വാസ്തവത്തിൽ കറക്റ്റാണ്. അവിടെ പാപ്പനെ പിടിച്ചു നിർത്താൻ പാടില്ലല്ല. അതുകൊണ്ടാണ് പാപ്പ റിയാക്ട് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പാപ്പയുടെ കാരുണ്യത്തിൻ്റെ ഒരു മുഖം അവിടെ വന്ന് പിറ്റേ ഓഡിയൻസിൽ ഈ നടന്ന സംഭവത്തെക്കുറിച്ച് പരസ്യമായിട്ട് മാപ്പ് ചോദിച്ചു. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് ക്ഷമിക്കണം. അപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞു കൊടുത്തൊരു കാര്യം തന്നെയാണ് ചെയ്തതെങ്കിലും മനുഷ്യനെന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ആ ടെൻഡർ ഹാർട്ട്, അത് ഒരു സോറി ചോദിക്കാനും കൂടി തയ്യാറായ ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറൊന്നിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ടി വിയൊക്കെ കാണുമ്പോഴേ ഇത്രമാത്രം പാപ്പയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒക്കെ പാപ്പയെക്കുറിച്ചാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഈ കാരുണ്യം, ആ ഒരു കാര്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്.